ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്ന് 3 സാരി ഉണ്ടായിരുന്നു കേട്ടോ ബോക്സ് ഫോൾഡിങ്ങിന്. അപ്പം ഇത് 3ാമത്തെ സാരിയാണ്. ബാക്കി 2 എടുക്കാൻ ഞാൻ പറഞ്ഞു. അതിലൊന്ന് ബ്രൈഡൽ സാരിയും കൂടെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കളറൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു വീഡിയോ എടുത്ത് കളയാൻ. നല്ല അട്രാക്റ്റീവ് കളറായിരുന്നു. അങ്ങനെ മെഷർമെൻറ്റൊക്കെ നമുക്ക് കസ്റ്റമർ വന്ന് മെഷർമെൻറ്റ് തരാണ്. ഞാൻ അതാണ് പ്രിഫർ ചെയ്യുന്നത് കുറച്ചും കൂടെ. അപ്പോൾ അങ്ങനെ വന്ന് മെഷർമെൻറ്റ് അനുസരിച്ചിട്ട് ഫ്രണ്ട് പ്ലീറ്റ് കംപ്ലീറ്റ്ലി ഞാൻ ആദ്യം തന്നെ ഒന്ന് അയൺ ചെയ്ത് വെച്ചു. പ്ലീറ്റ് എടുത്ത് അയൺ ചെയ്ത് വെച്ചു. അതിനുശേഷം ഇത് നമ്മുടെ മിഡിൽ പ്ലീറ്റില്ലേ, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കുള്ള 7 to 8 പ്ലീറ്റ് വന്നിട്ടുണ്ട്. സാധാരണ ഞാൻ ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് തന്നെയാണ്, അതായത് ടേബിളിലിട്ട് തന്നെയാണ് പ്ലീറ്റ് എടുക്കുന്നത്. അതൊന്ന് അറേഞ്ച് ചെയ്തൊന്ന് കുത്തിക്കൊടുത്തു. അതിനുശേഷം ആ ഫ്രണ്ട് പ്ലീറ്റും അയൺ ചെയ്ത് കൊടുത്തു. ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അയൺ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഉടുക്കുമ്പോൾ കുറച്ച് ഇങ്ങനെ സ്ട്രെയിറ്റ് പോലെ ആയിപ്പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ വി പോലെ തന്നെയാണ് അത് ബോക്സ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് പെർഫെക്ഷൻ കുറവാണ്, അതായത് ബോക്സ് ചെയ്യുമ്പോൾ കുറച്ച് പെർഫെക്ഷൻ കുറവാണെങ്കിലും ഉടുക്കുമ്പോൾ അതാണ് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ടുള്ളതായിട്ടാണ് കസ്റ്റമർ റിവ്യൂ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ അതെല്ലാം കൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഒതുക്കി കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ബോക്സ് ചെയ്തെടുക്കുന്നുണ്ട്, 2 വശത്തു നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ഇട്ടത് കൊണ്ടാണ് ഞാൻ പിന്നെ എപ്പോഴും ഇങ്ങനെ പറയാത്തത്. പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ്. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മുടെ കാർഡും കൂടെ വെച്ച് പിന്നെ കുറച്ച് പിന്ന്, നമ്മൾ ഓൾറെഡി ഇതിന് ആവശ്യമുള്ള പിന്നൊക്കെ ഈ സാരി തന്നെ ഉണ്ട് മെഷർമെൻറ്റ് അനുസരിച്ചിട്ട്. എന്നാലും കുറച്ച് എക്സ്ട്രാ പിൻസും കൂടെ വെച്ചിട്ട് ഞാൻ ഈ ബോക്സ് ഫോൾഡിങ് കംപ്ലീറ്റ് ചെയ്യാണ്, നമ്മുടെ കാർഡും ഒക്കെ കൂടെ വെച്ചിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ 3 സാരികൾ. അതിൽ ആ വൈറ്റ് സാരിയാണ് നമ്മുടെ ബ്രൈഡൽ സാരി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.